അതായത് മദ്യനയം തീരുമാനിക്കുന്നത് എക്സൈസ് ആണോ വിനോദസഞ്ചാര വകുപ്പാണോ എന്നൊരു തർക്കം നിലവിലുണ്ട്. എന്തുകൊണ്ട് ഇത്തരം ഹൈജാക്കിംഗ് നടക്കുന്നു? അല്ല, ഹൈജാക്കിങ് നടക്കുകയാണ്. എന്നിട്ട് ആ മന്ത്രിക്ക് ഒരു മറുപടിയും പറയാനില്ല. ഈ ടൂറിസം വകുപ്പ് മന്ത്രി ആദ്യം പറഞ്ഞു ഒരു ചർച്ച നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വകുപ്പ് തന്നെ അതിൻ്റെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ വിവരങ്ങളും അതിൻ്റെ തെളിവുകളും ഞങ്ങൾ ഹാജരാക്കി. മറുപടി പറയാനൊരു വാചകം ഉണ്ടായിരുന്നു. മറുപടി പറയാൻ ഒന്നിൽ സ്വന്തം വകുപ്പിൽ നടക്കുന്നത് അദ്ദേഹം അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ നാണക്കേടാണ്. ഇപ്പോൾ ടൂറിസം സെക്രട്ടറിയും ടൂറിസം ഡയറക്ടറും, ഡയറക്ടർ എന്ന് വെച്ചാൽ ഡയറക്ടറുടെ ചുമതലയുള്ള യഥാർത്ഥ ഡയറക്ടറല്ല, ബാർ ഉടമകളുടെ യോഗം വിളിച്ചിട്ട് ടോപ്പിക്കാണ് എന്താണ് അബ്കാരി പോളിസി റിവ്യൂ. അത് നടത്താൻ ടൂറിസം വകുപ്പിന് എന്താ അവകാശം? ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിൻ്റെ അധികാരങ്ങൾ കവർന്നെടുത്ത് ഈ കേസിലെല്ലാം ഇടപെടുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു വാചകം, അൺനെസസറി ഹേസ്റ്റ്. എല്ലാ അഴിമതികൾക്കും പുറകിലുള്ള ഒരു വാക്കാണ്. അതായത് അനാവശ്യമായ ധൃതി. ഈ ഡ്രൈ ഡേ ഒഴിവാക്കാനും ബാറിൻ്റെ സമയം നീട്ടിക്കൊടുക്കാനും ഏറ്റവും കൂടുതൽ മുൻകൈയെടുത്ത ആവേശത്തോടെ ഇറങ്ങിയിരിക്കുന്നത് ടൂറിസം വകുപ്പാണ്. അല്ല, ഇപ്പം മന്ത്രിമാരാണ് ആദ്യം നുണ പറഞ്ഞത്. ഒന്നും നടക്കുന്നില്ല. പിന്നെ പാവ ഉദ്യോഗസ്ഥരെ കൊണ്ടുകൂടി നുണ പറയിപ്പിക്കുകയാണ്. ഉദ്യോഗസ്ഥരെ കൊണ്ടല്ലോ, ടൂറിസം മന്ത്രിയുടെ ആഫീസിൽ നിന്നാണ് ഈ ടൂറിസം ഡയറക്ടറുടെ പേരിലുള്ള പത്രക്കുറിപ്പ് ഇറങ്ങിയത്. മന്ത്രിയുടെ ഓഫീസാണ് മന്ത്രി പറഞ്ഞാൽ പോരെ, മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ കൊടുക്കുകയാണ്. കാരണം അവിടെ തീരുമാനിക്കുകയാണ് കാര്യങ്ങളെല്ലാം. അവിടെ അധികാര കേന്ദ്രീകരണം നടക്കുകയാണ്. ഒക്കെ പുറത്തു വരും കുറേ കാര്യങ്ങൾ കൂടി അടുത്ത ദിവസങ്ങൾ നമുക്ക് കാണാം. നമ്മുടെ നാട്ടിൽ എല്ലാ സംവിധാനവും ഉണ്ടല്ലോ. പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി ഉണ്ട്, മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട്. അവരൊക്കെ ഇടപെടട്ടെ. എത്ര ഈ പോലീസ് ഇങ്ങനെ ക്രിമിനലുകളായി മാറുന്ന അല്ലെങ്കിൽ ക്രിമിനലുകൾക്ക് കൊട പിടിച്ചു കൊടുക്കുന്ന ഈ സാഹചര്യം ഇല്ലാതാക്കും. ചീഫ് സെക്രട്ടറി പത്രക്കുറിപ്പ് എടുക്കുന്ന സാഹചര്യം അത് സർക്കാർ തലയുയരാൻ ശ്രമിക്കുകയാണോ? അല്ല, ചീഫ് സെക്രട്ടറി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ഇതിന് അബ്കാരി പോളിസിയിലുള്ള ചേഞ്ച് ടൂറിസം സെക്രട്ടറിക്ക് എന്താ കാര്യം? അബ്കാരി പോളിസിയിൽ റിവ്യൂ ചെയ്യാൻ, അബ്കാരി ചട്ടത്തിൽ ഭേദഗതി വരുത്താൻ എന്ത് കാര്യം ടൂറിസം സെക്രട്ടറിക്ക്? ടൂറിസം സെക്രട്ടറിയുടെ ജോലിയല്ല. അപ്പോൾ മന്ത്രി രാജേഷ് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ വകുപ്പ് ഇപ്പോൾ ഉണ്ടോ, കയ്യിലുണ്ടോ, അല്ലെ വേറെ ആരെങ്കിലും കയ്യിലായിരിക്കണമെങ്കിൽ